എന്തുകൊണ്ടാണ് വെള്ളമില്ലാതായത്? നമ്മുടെ കുന്നുകളല്ല, ഞാൻ അടുത്ത ദിവസം ഇവിടെ പോയി, ഇവിടെ കട്ടയില ഭാഗമുണ്ട്, അവിടെ വെള്ളത്തിന് ലാവിഷായിട്ട് വെള്ളം കിട്ടിയ സ്ഥലം. കാരണം അവിടെ എല്ലാം പറഞ്ഞ കുന്നുകളാണ് വെള്ളം ശേഖരിച്ച്. ഇവിടെ ഒരു കുന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വെള്ളം വരും, ആ കുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളം വരും. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കുന്നിടിക്കുകയാണ് നമ്മൾ ഓരോ ദിവസം കുന്നുകൊണ്ട് ഇടിച്ചിടിച്ച് അല്ലെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുക. നിരപ്പാക്കുന്നതിന്റെ കുഴപ്പം എന്താണ്? ഇപ്പൊ ബാംഗ്ലൂർ സിറ്റിയിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് വെള്ളമില്ലാത്ത അവസ്ഥ. അവിടെ കൈ കഴുകാൻ പാടില്ല ഭക്ഷണം കഴിച്ചാൽ. നമുക്ക് പറ്റും, തുടച്ചിട്ട് നമുക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. തുടച്ചാൽ മതി വെള്ളം ഉപയോഗിക്കും. പാത്രം കഴുകാൻ പാടില്ല, ഡിസ്പോസൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്ഥാനത്തിൽ മാത്രം കഴിച്ചാൽ പാത്രം കഴുകാം. അതുപോലെ തന്നെ കാറ് കഴുകാൻ പാടില്ല, കാറ് കഴുകിയ കടുത്ത പണിഷ്മെന്റ് ആണ്. അവസാനം ബോർവെൽ അടിച്ചു നോക്കി 15,000 അടി താത്തിയിട്ട് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക്. അപ്പൊ എല്ലാവരോടും പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു, അവനവന്റെ നാട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാനിതെങ്ങനെ മനസ്സിലാക്കിച്ചാൽ എന്റെ ഗ്രാനിയന്റെ മോൻ അവിടെ പഠിച്ചിരുന്നു. അപ്പം വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് എന്താ വന്ന സമയത്ത് എന്നിട്ട് രാത്രി വന്നതല്ല, വരേണ്ട സമയമായിട്ടില്ല, വെക്കേഷൻ ആയിട്ടില്ല, അതിന് മുമ്പ് എന്താണ് വന്നത് ചോദിച്ചപ്പോ അപ്പോഴാണ് അവന് എന്നോട് പറഞ്ഞത് അവിടെ കൈ കഴുകാൻ പറ്റുന്നില്ല. അവൻ എന്നെ മാമേന്നാ വിളിക്കുക. അപ്പൊ കൈ കഴുകാൻ പറ്റുന്നില്ല. അപ്പോ എന്താന്ന് ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അത്രയും വിഷമായി. അത് ഭാവിയിൽ നമ്മുടെ ഇവിടേക്കും വരില്ലേ? നമ്മുടെ കുന്നെല്ലാം ഇടിഞ്ഞ് തകർത്ത്. നമ്മള് പണ്ട് ഞങ്ങളൊക്കെ നാട്ടിലൊരു കാര്യം പറയായിരുന്നു, ഈ ആർത്തിയുള്ള ആളുകളെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു. എന്താ ഇവിടെ പറയാ? ആർത്തി പണ്ടാരങ്ങളെന്ന് പൊതുവെ പറയും. അതല്ല, ഒരു സാധനമായിട്ട് ഉപയോഗിക്കും. അത് കേട്ടിട്ടുണ്ട്. അത് കൈക്കൂട്ടന്റെ ജീവനാണ്, മമ്മട്ടിയുടെ ജീവനാണ്. ഇവിടെ കൈക്കൂട്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മമ്മട്ടി അവന് ആർത്തിയുള്ളവരെ കുറിച്ച് പറയുന്നത് വെച്ചാൽ കൈക്കൂട്ടന്റെ ജീവനാണ്, അല്ലെങ്കിൽ അവൾക്ക് കൈക്കൂട്ടിന്റെ ജീവനാണ്. എന്താ അങ്ങനെ പറഞ്ഞ? ഒന്ന് ആലോചിച്ച് നോക്ക്. മമ്മട്ടി ഇങ്ങോട്ടല്ലേ വെട്ടിയിടുള്ളൂ, അങ്ങോട്ട് വെട്ടിയിടാറുണ്ടോ? മമ്മട്ടി എപ്പോഴും ഇങ്ങോട്ട് അല്ലേ? അതാണ് ആർത്തിയുടെ ഒരു പര്യായമായിട്ട്. ഇപ്പൊ മനസ്സിലായി അല്ലേ? അതിന് ഇടയ്ക്ക് കൈക്കോട്ടൊക്കെ ഒന്ന് പിടിക്കണം, അപ്പോഴറിയുള്ളൂ. കൈക്കോട്ടുകൊണ്ട് ഞങ്ങളിപ്പോ കൈക്കോട്ടുകൊണ്ട് ഞാനും പ്രസിഡന്റും പറ്റി പുറകിലേക്കാണ് കേട്ടോ, മുന്നിലേക്കാണ്. അതാണ് ഈ ആർത്തിയുടെ പര്യായമായിട്ട്, അല്ലെങ്കിൽ ആർത്തി ഉള്ള ആളുകളെ നമ്മൾ വിശേഷിപ്പിച്ചത്. അവർക്ക് പിന്നെ കൈക്കൂട്ടിന്റെ ജീവനാണ്, ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. അത് കൈക്കൂട്ടിന്റെ ജീവനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാനിപ്പോ ആലോചിക്കും. ഇപ്പോഴല്ല, ഞാനൊരു 10, 25, 30 കൊല്ലം മുമ്പ് ആലോചിക്കാൻ തുടങ്ങിയത്. എന്താണ്? കൈക്കോട്ടിന് പരിധിയുണ്ട് അല്ലേ വെട്ടിയെടുക്കാൻ. ഒരു കുന്ന് ഇന്ന് കണ്ട കുന്നിനെ നാളേക്ക് കൈക്കൂട്ടിന് ഇല്ലാതാക്കാൻ പറ്റില്ല, അതിന് പരിധിയുണ്ട് അല്ലേ? ചെറിയ വീതിയിൽ അത്രയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ കണ്ട കുന്ന് നമുക്ക് ഇന്ന് കാണാൻ കഴിയും. അപ്പൊ കൈക്കോട്ടിന്റെ സ്ഥാനം ഇപ്പൊ ആരെടുത്തു? ഇവിടെ പറഞ്ഞു കൈക്കോട്ടിന്റെ സ്ഥാനം ആരെടുത്തു? അപ്പൊ ഇനി എന്ത് പറയണം? അവന്റെ JCBയുടെ ജീവനാണ്. അപ്പൊ JCBയുടെ ജീവനാകുമ്പോ എന്താണ് കുഴപ്പം? ആർത്തി ഇങ്ങനല്ലേ? അത് വരുന്നതിന്റെ ഒരു ആർത്തി പിടിച്ചിട്ടല്ലേ വരുന്നത്, ആ പൊങ്ങിങ്ങ വരുന്നേ. അപ്പൊ ഇന്നലത്തെ കണ്ട കുന്ന് നമുക്ക് ഇന്ന് കാണാൻ കഴിയാതെ, ഇന്നലെ കണ്ട കുളം നമുക്ക് കാണാൻ കഴിയാതെ, ഇന്നലെ കണ്ട കണ്ടം നമുക്ക് കാണാൻ കഴിയും. നല്ല കെട്ടിടങ്ങളും കയറും. പക്ഷെ അതിന്റെ ദുരന്തം എന്തായിരിക്കും? വെള്ളം കിട്ടാത്ത അവസ്ഥ. ആ അവസ്ഥ ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു അന്വേഷണമാണ് കഴിഞ്ഞ വർഷം നമ്മൾ ലോക പരിസ്ഥിതി ദിനത്തിലാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ, പ്രധാനമായിട്ടും 5 ദേവസ്വം ബോർഡുകളിലെയും ക്ഷേത്രങ്ങളിൽ ദേവാങ്കണം ചാരുഹരിതമാക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. അതായത് നമ്മുടെ ദേവാങ്കണങ്ങളിൽ വെറുതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ, അതിനെയെല്ലാം നമ്മൾ വൃക്ഷം വെച്ചുപിടിപ്പിച്ച്, ക്ഷേത്രത്തിന് ആവശ്യമായുള്ള പൂക്കൾ വെച്ചുപിടിപ്പിച്ച്, അതുപോലെ തന്നെ മറ്റ് പച്ചക്കറികൾ. തൃശ്ശൂർ ശക്തന്തപുരം മാർക്കറ്റിലൊക്കെ പോയ ആളുകൾക്ക് കാണാൻ അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലമാണെന്ന് തോന്നിയിരുന്നില്ല. അവിടെ മുഴുവൻ കാണ്ടുപിടിച്ച് സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായിരുന്നു. ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പറയണം, അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു അമ്പലമാണ്. അവരവിടെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എന്താ ചോദിച്ചാൽ കുറച്ച് പച്ചക്കറി അങ്ങോട്ട് ഉണ്ടാവാൻ തുടങ്ങിയ പച്ചക്കറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഇഷ്ടം പോലെ പച്ചക്കറി ആൾക്കാർക്ക് ഓണത്തിന് കിലോ കണക്കിനാണ് കുറച്ച് കൊടുത്ത്. അവിടെയുള്ള ജീവനക്കാർ മുഴുവൻ കൊണ്ടുപോയി, കൂടാതെ പുറത്തുള്ള ആളുകൾക്കും കൊടുക്കാൻ കഴിയും. അപ്പൊ പച്ചക്കറിയുടെ
ക്ഷാമം തീരും. ഇനി കുളങ്ങൾ, നമ്മൾ കുളങ്ങൾ സംരക്ഷിക്കണം. കുളങ്ങൾ നമുക്ക് സംരക്ഷിച്ചു കഴിഞ്ഞാൽ വെള്ളം, അല്ലെ, വെള്ളത്തിന്റെ ആവശ്യം. ഈ മരങ്ങൾ വരുന്നതോടുകൂടി ഓക്സിജൻ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ കൊറോണ വന്നപ്പോഴാണ് ഓക്സിജന്റെ ആവശ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യം വന്നത്. അപ്പോൾ ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞാലും അന്തരീക്ഷത്തിൽ വേഗം, ഇപ്പോൾ മീൻ ചത്തു പൊങ്ങിയല്ലേ, കുറെയൊക്കെ കെമിക്കൽ പോകുന്നുണ്ട്, കെമിക്കൽ അങ്ങോട്ട് ഒരു നിയന്ത്രണമില്ലാതെ വിട്ട് കളയുന്നുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ചില കുളങ്ങളിലൊക്കെ എന്താ വെച്ചാൽ ഓക്സിജൻ കിട്ടുന്നത് മീന്. ഓക്സിജൻ, മീൻ നമ്മളെക്കാൾ കൂടുതൽ ഓക്സിജന്റെ ഇത് വേണ്ട. അപ്പോൾ ഓക്സിജൻ കിട്ടാവുന്നപ്പോഴാണ് മീൻ ചാകുന്നത്. അപ്പോൾ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾക്കും വരുമല്ലേ കുഴപ്പം. അപ്പോൾ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കൂടണം. കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ, കാർബണിന്റെ അളവ് കുറച്ചാൽ നമുക്ക് മനുഷ്യനും എല്ലാ ജീവജാലങ്ങൾക്കും ദോഷമായി. അപ്പോൾ പ്രകൃതിയുടെ ഓക്സിജൻ നിലനിർത്താൻ വേണ്ടി നമുക്ക് എന്ത് വേണം? വൃക്ഷങ്ങളും ചെടികളും ഒക്കെ ധാരാളം. അപ്പോൾ വെള്ളം വേണമെങ്കിൽ കുളങ്ങൾ. പണ്ടൊക്കെ നമ്മുടെ അമ്പലങ്ങളോട് ക്ഷേത്രങ്ങളൊക്കെ ചേർന്ന് തന്നെ കുളങ്ങളുണ്ടായിരുന്നു, അല്ലേ? ആ കുളങ്ങളെല്ലാം പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുളങ്ങളെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി കൊണ്ടുവന്നത്. അപ്പൊ നിരവധി കുളങ്ങൾ ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കാവുകൾ, നമ്മുടെ കാവുകൾ ഉണ്ടായിരുന്നു, കാവുകൾ സംരക്ഷിക്കും.